ഇന്ന് മാർച്ച് 8 വേൾഡ് വൈഡായിട്ട് എല്ലാവരും വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാം. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ഇപ്പം നടക്കുക. ഇനി അവിടെ ചെന്നിട്ട് എല്ലാം കൂടെ ചേർന്ന് നമ്മൾ പോകും. അങ്ങനെ നമ്മളെത്തി ഫ്രണ്ടിലോട്ട് പോവാം. എല്ലാവരെയും കണ്ട് എല്ലാവരെയും കൂടെ നമുക്ക് ചേരാം. അങ്ങനെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബാക്ക് സീറ്റിൽ ഏറ്റവും ബാക്കിൽ പോയി സീറ്റൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പാട്ടൊക്കെ വിട്ടപ്പോൾ ഉള്ള സീനുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എത്തിയെന്നറിയാം. കൗണ്ട് എടുക്കാവുന്ന HR വരെ പിടിച്ചെത്തിയ വീഡിയോ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഫൈനലി അങ്ങനെ VGPയിൽ ഞങ്ങളെത്തി. നമ്മുടെ വണ്ടർല പോലെ തന്നെ ഇത് ഒരു വാട്ടർ തീം പാർക്കാണ്. പിന്നെ അവിടുത്തെ ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ടൊക്കെ കുറേ നേരം വെളിയിൽ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് പോയി ഞങ്ങൾ ചെറിയൊരു ടീ ഒക്കെ കുടിച്ചു. പക്ഷേ ആ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ എൻ്റെ ആസ് യൂഷ്വൽ എന്നും ചെയ്യുന്ന പോലെ വീഡിയോ എടുപ്പൊക്കെയായിരുന്നു. പിന്നെ ഫൈനലി ഞങ്ങൾ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവർ കയ്യിലൊരു ടാഗ് പോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും ടാഗ് കെട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. ആ സമയത്താണ് ഇവിടെ കണ്ണാടി വെച്ച് 2 പേര് നിൽക്കുന്നത്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്ത് തന്നെ ഞാനിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഊഴം എത്തി. അങ്ങനെ ഞാനും ടാഗ് കെട്ടി. എൻട്രി പാസ് കിട്ടിയ സന്തോഷത്തിൽ ഞാനും അങ്ങോട്ട് ഓടി. അങ്ങനെ ഓരോരുത്തരും എൻ്റർ ആയിക്കൊണ്ടിരുന്നു. കയറിയവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 5 പേരൂടെ ഞങ്ങളുടേതായ ലോകത്തേക്കങ്ങ് പോയി. അങ്ങനെ ഇവിടെയാണ് ഭയങ്കര വൈറലായിട്ടുള്ള, നിങ്ങളൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ചിരിക്കാതെ നിൽക്കുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ജീവനുള്ളൊരു മനുഷ്യൻ തന്നെ. ആ പുള്ളിയാണെങ്കിൽ അനങ്ങാതെയും ചിരിക്കാതെയൊക്കെ നിൽക്കുകയാണ്. ഈ പുള്ളിയെ നമ്മളിപ്പോൾ ചിരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ അങ്ങനെ എന്തൊക്കെയോ കിട്ടും. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നിട്ട് വെറുതെ ഞങ്ങൾ അവിടെയൊക്കെ നോക്കി അവിടെ എന്താ ഉള്ളത്, ഏത് വഴിയാണ് പോകേണ്ടത്, അങ്ങനെയൊക്കെ കുറേ അവിടെയൊക്കെ നോക്കി. പിന്നെ അവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ റൈഡ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ട്, എല്ലാ റൈഡ്സിലും കയറണമെന്ന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വേഗം നടന്നു പോവുമായിരുന്നു. നമുക്ക് നടുവിൽ നിൽക്കില്ല, 2 പേര് 2 പക്കം പോയിട്ട് വരട്ടെ. ഞങ്ങളിങ്ങനെ കുറച്ചും കൂടെ നടന്ന് ചെന്നപ്പോഴത്തേക്ക് ഒരു മാപ്പ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കുമ്പോഴത്തേക്ക് VGPയിൽ ഏതൊക്കെ റൈഡ്സ് എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കി ഞങ്ങൾ വഴിയൊക്കെ കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ട് തന്നെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ എൻട്രൻസിലെത്തി. അവിടോട്ട് ചെല്ലുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു പാർക്കിൽ ചെന്നൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. കാരണം മൃഗങ്ങളുടെ ഇതൊക്കെ വെച്ചും അതിൻ്റെ ആ ഒരു കളറ് ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ആണെങ്കിൽ ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ, അതിനിടയിൽ ഇങ്ങനെ ഫിഷും, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ ഉള്ളിലോട്ട് നടന്ന് പിന്നെ ഏത് റൈഡ്സിൽ കയറണം, പിന്നെ റൈഡ്സ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൈഡ്സിന് കയറാനുള്ള തേടലുകളായിരുന്നു. ഓരോരുത്തരും ഓരോ വഴിക്ക് കണ്ണുകൾ ഓടിച്ച് അങ്ങനെ ഓരോ റൈഡ്സൊക്കെ കണ്ടുപിടിച്ച് ഫൈനലി ഞങ്ങൾ ഇതിൽ തന്നെ ഫസ്റ്റ്, കാരണം ആദ്യം നോക്കിയ റൈഡ്സിലൊക്കെ ഭയങ്കര ആൾക്കാരായിരുന്നു. പിന്നെ ഈ റൈഡിൽ കയറാൻ ഓർത്ത് ഇതിൽ കയറി. ഞങ്ങൾ കയറിയ വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇതിങ്ങനെ ഉരുളുന്നതൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവർ കയറുന്ന വീഡിയോ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇവരുടെ കുറച്ച് വീഡിയോ ഇങ്ങനെ ഇവർ കയറുന്ന അങ്ങനെ കുറേ നേരം നിന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെ വേറെ റൈഡ്സിൽ പോയി കയറി. അപ്പം ഞാൻ പിന്നെ ഇവരുടെ ഫുൾ വീഡിയോ എടുക്കാതെ ഞാൻ ഓടിപ്പോയി. ഞാൻ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ഇവരെല്ലാം അടുത്ത റൈഡിൽ കയറി സീറ്റൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാനും ഒന്നും നോക്കിയില്ല, ഓടി ഇവരുടെ കൂടെ തന്നെ കയറി. പിന്നെ നൈസായിരുന്നു വെച്ചാൽ എന്താ പറയുക, നൈസായിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു ആ റൈഡ്. നമ്മൾ അടുത്ത റൈഡിൽ കയറിയപ്പോൾ നമ്മളൊരു നല്ല ഹൈറ്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആ റൈഡിൻ്റെ മുകളിൽ ഇരുന്ന് തന്നെ ബീച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതും കാണാൻ. ഈ റൈഡിൽ ഞങ്ങളുടെ കൂടെ കുറേ സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ കിടന്ന് അലക്കുകയും വിളിക്കുകയും ഞാൻ ചുമ്മാ അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയിൻ വീൽ ആ റൈഡിൽ കയറിയത്, അയ്യോ ഇത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവാം. എന്നാലും അത് നല്ലൊരു എക്സ്പീരിയൻസ്. ഒരിക്കലും ഇവിടെ കയറുമെന്ന് വിചാരിച്ചല്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ച് ടയേർഡായി വന്നപ്പോഴാണ് ഇവിടെ ബോഡി മസാജിങ്ങിന് ഇത് കണ്ടപ്പോൾ ഇവർ രണ്ടും ബോഡി മസാജ് ചെയ്തു. ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇത് നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് നമ്മൾ കുതിരയിൽ കയറി. ഞങ്ങൾ എല്ലാവരും കുതിരയിലായിരുന്നു. ബാക്കി അല്ലാത്ത രീതിയിലിരുന്ന് അവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു ആ ഒരു റൈഡിലിരുന്ന്. ഞങ്ങളെല്ലാം ചുമ്മാ ഇങ്ങനെ നല്ല രസമായിരുന്നു ഇത്.
അത് കഴിഞ്ഞ് ഇലക്ട്രിക് കാർ ഓടിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ. ഇത് നല്ല രസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് നല്ല എന്താ പറയുക, എല്ലാം നല്ല രസമുള്ള റൈഡായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞങ്ങളൊരു കോട്ടൺ ക്യാൻഡിയൊക്കെ വാങ്ങിച്ച് അപ്പോൾ അതുണ്ടാക്കുന്നതൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങളത് നോക്കുന്ന സമയത്താണ് ഇൻബാക്ക കുറച്ചപ്പുറയാണെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് ഓരോ എന്താ പറയുന്നത് കീ ചെയിന്, അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് കഴുത്തിടുന്ന ചെയിന്, അങ്ങനത്തെ കുറേ ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ചിട്ട് ഓരോ ഷേപ്സ് ഉണ്ടാക്കുന്ന ഒരു പുള്ളി അവിടെ കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച് കാണിച്ച്. അങ്ങനെ ലഞ്ച് ടൈമായി. ഇപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ആൾ മാറി. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ വേറെ ആയിരുന്നു. ഇപ്പോൾ വേറൊരാളാണ് നിൽക്കുന്നത്. അപ്പോൾ കുറേ കുട്ടികളൊക്കെ, കുറേ പിള്ളേരൊക്കെ അവിടെ നിന്നിട്ട് ഫാമിലിയായിട്ടൊക്കെ വന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുകയൊക്കെ ആയിരുന്നു പുള്ളിയുടെ കൂടെ നിന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ എടുത്തിട്ട് വന്ന് കഴിക്കാൻ തുടങ്ങി. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇന്ന് സ്പെഷ്യൽ. എല്ലാവരും ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് ഇനി റൈഡൊന്നും കയറുന്നില്ല. ഇനി നേരെ എന്താ പറയുന്നത് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള റൈഡ്സിൽ മാത്രമേ കയറുന്നുള്ളൂ. അപ്പോൾ ഇതിന് 2 ഭാഗത്തൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി ഈ പ്രാവശ്യം ഇതുവഴി പോകാമെന്ന് കരുതി ഇതുവഴി പോയി. ഇതിൽ കൂടെ പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ സൈഡിലൊക്കെ ഓരോ എന്താ പറയുന്നത് ശിലകളും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ട് അത് കാണാൻ. എന്ത് പറയുന്നത്, പഴയൊരു ഇത് യാനയുടെ പാതി എങ്ങോ പോയിടിച്ച്. முன்னாடி மட்டும்தான் இருக்கும், பின்னாடி இருக்காது. നേരെ ഞങ്ങൾ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള റൈഡ്സിലൊക്കെ കയറാൻ പോകുമ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ ഇങ്ങനൊരു ഒരു ചെറിയ ഫിഷസിനെയൊക്കെ ഇങ്ങനെ ഇട്ട കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സിന്ധു ആണെങ്കിൽ ഒരു പൂ പറിച്ചുകൊണ്ട് വന്നായിരുന്നത് അതിനകത്തോട്ടിട്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് വാട്ടർ റൈഡ്സിലൊക്കെ പോയി. പിന്നെ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റാഞ്ഞതുകൊണ്ട് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഈവനിങ് സ്നാക്സ് കഴിക്കാൻ വേണ്ടി വന്ന് ഞാൻ ചായയും പിന്നെന്താ പക്കാവടയും നഗറ്റ്സും ഒക്കെ കഴിച്ചു. നേരെ ഞങ്ങൾ വീണ്ടും എന്താ പറയുന്നത് റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടി പോയി. അപ്പോൾ ഇവിടെ ആയിരുന്നു ലോക്കറൊക്കെ ഉള്ള ലോക്കർ ഫെസിലിറ്റി ഈ സൈഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് വെള്ളത്തിലിറങ്ങാൻ വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഉണ്ട്. എന്നിട്ട് അവിടെ നേരെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ 6:15 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വുമൻസ് ഡേ ആഘോഷം കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മൾ എൻ്റർ ആകുമ്പം കൈ കെട്ടുന്ന ബാൻഡ് അതുപോലെ തന്നെ നമ്മൾ എക്സിറ്റ് ആകുമ്പോഴും അവർ എടുക്കും. അത് അങ്ങനെ ഓരോരുത്തരും എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതിന് വെളിയിൽ തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഒന്നും വാങ്ങാതെ ഞങ്ങൾ നേരെ ബസ് പാർക്ക് ചെയ്തേക്കുന്ന പാർക്കിംഗ് സ്ഥലത്തോട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഇരുന്ന് അത് കഴിഞ്ഞ് എല്ലാവരും ഡാൻസും മേളമൊക്കെ ആയിരുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ട്രിപ്പ് അവസാനിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി.